വഖഫ് ബോർഡ് പുനഃസംഘടനയെ ചൊല്ലി ഇടതു മുന്നണിയിൽ വലിയ രാഷ്ട്രീയ തർക്കങ്ങൾ പുകയുന്നു. മുന്നണിയിലെ ഏക മുസ്ലിം ന്യൂനപക്ഷ കക്ഷിയായ INL പൂർണ്ണമായും തഴഞ്ഞുകൊണ്ടാണ് പുതിയ ബോർഡ് നിലവിൽ വന്നിരിക്കുന്നത്. 8 അംഗങ്ങളുള്ള ബോർഡിൽ പകുതിയും, അതായത് 4 പേരും CPM പ്രതിനിധികളാണ് എന്നത് INL നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഏക MLAയും മുന്നണി ബന്ധവും പരിഗണിക്കാതെ തങ്ങളെ അവഗണിച്ചതിൽ നേതൃത്വം പരസ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി. മുമ്പ് മുന്നണിക്ക് പുറത്തായിരുന്ന കാലത്ത് പോലും INL-ന് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഭരണത്തിന്റെ ഭാഗമായിട്ടും അർഹമായ പരിഗണന നൽകാത്തത് രാഷ്ട്രീയപരമായ അവഗണനയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും ഇടതുമുന്നണി കൺവീനറെയും നേരിട്ട് പരാതി അറിയിക്കാനാണ് INL തീരുമാനം. എന്നാൽ INL-നെ മാത്രമല്ല ഒരു ഘടകകക്ഷിയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് CPM ഇതിന് നൽകുന്ന വിശദീകരണം. അതേസമയം വഖഫ് ബോർഡിലെ പുതിയ നിയമനങ്ങൾ സമസ്തയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള CPM തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് നിരീക്ഷകർ കരുതുന്നു. സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയുടെ നേതാവായ ഉമർ ഫൈസി മുഖത്തെ ബോർഡിൽ ഉൾപ്പെടുത്തിയത് ഇതിന്റെ തെളിവാണ്. മുസ്ലിം ലീഗുമായി കടുത്ത പോരാട്ടം നടത്തുന്ന ഉമർ ഫൈസിയെ മുൻനിർത്തി മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. നേരത്തെ ഹജ്ജ് കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹം ആദ്യമായാണ് വഖഫ് ബോർഡിലേക്ക് എത്തുന്നത്. സാധാരണയായി തിരഞ്ഞെടുപ്പ് നടത്തിയാണ് വഖഫ് ബോർഡ് അംഗങ്ങളെ നിശ്ചയിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ പുതിയ കേന്ദ്ര നിയമപ്രകാരമുള്ള നോമിനേഷൻ അധികാരം ഉപയോഗിച്ചാണ് സർക്കാർ ഉമർ ഫൈസിയെ ഉൾപ്പെടുത്തിയത്. ഇത് സർക്കാരിന് വലിയ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകി. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കൂടി അഭിപ്രായം മാനിച്ചാണ് ഈ നീക്കമെന്നാണ് സൂചന. AP സുന്നി വിഭാഗത്തിന് 2 പ്രതിനിധികളെ നൽകിയതിന് പിന്നാലെയാണ് ഉമർ ഫൈസിക്ക് കൂടി ഇടം നൽകിയത്. മതസംഘടനകളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണിത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുസ്ലിം സമുദായത്തിനിടയിൽ സർക്കാരിനുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഈ പുനഃസംഘടന സഹായിക്കുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. ലീഗ് വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ ഉമർ ഫൈസിയുടെ സാന്നിധ്യം ഗുണകരമാകുമെന്നാണ് പാർട്ടി ചിന്തിക്കുന്നത്. വിവാദം ഭയന്ന് അമുസ്ലിം പ്രതിനിധികളെ ബോർഡിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെതിരായ വികാരം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് എതിർപ്പ് ഉണ്ടാകാതിരിക്കാനാണ് ഈ മുൻകരുതൽ. INL ഉയർത്തുന്ന പരാതികൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സ്വന്തം സമുദായത്തിൽ സ്വാധീനമുള്ള പാർട്ടിയെ അവഗണിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് INL മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. CPM-ന്റെ ആധിപത്യത്തിനെതിരെ ശബ്ദമുയർത്താൻ മറ്റ് ചെറുകിട കക്ഷികളും INL-നൊപ്പം ചേരാൻ സാധ്യതയുണ്ട്. വഖഫ് ബോർഡ് പോലെയുള്ള നിർണായക സമിതികളിൽ പ്രാതിനിധ്യം നഷ്ടപ്പെടുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ഭരണഘടനാപരമായ പുതിയ മാറ്റങ്ങൾ വഖഫ് ബോർഡിൽ വരുമ്പോൾ അത് സമുദായത്തിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറും. INL-നെ പിടക്കം മാറ്റാൻ സർക്കാർ മറ്റേതെങ്കിലും പദവികൾ വാഗ്ദാനം ചെയ്യുമോ എന്നും കണ്ടറിയണം. സംസ്ഥാനത്തെ മുസ്ലിം രാഷ്ട്രീയത്തിൽ വഖഫ് ബോർഡ് നിയമനങ്ങൾ എന്നും വലിയ ചർച്ചാ വിഷയമാണ്. ഇത്തവണ അത് മുന്നണിക്കുള്ളിലെ കലഹമായി മാറിയത് രാഷ്ട്രീയ എതിരാളികൾക്കും ഒരുപോലെ അവസരം നൽകിയിരിക്കുകയാണ്.